പൊടിപ്പും തമ്മിലും വെച്ചിട്ടുള്ള എന്തൊക്കെയോ ചില സംഭവങ്ങൾ പുറത്തു പോവുകയും ഒരു കർണാടകക്കാരനായ ഒരു ഇൻസ്പെക്ടറെ ഞങ്ങൾ അന്വേഷിച്ചു വരികയും ചെയ്തു, പോലീസ് ഇൻസ്പെക്ടർ നമ്മുടെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക്. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ആയി. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ അന്ന് ഒരു മാധവേട്ടൻ ഉണ്ടായിരുന്നു. മാധവേട്ടൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ ബാംഗ്ലൂർ ഉള്ള ചെറിയൊരു സ്മോൾ ഇൻഡസ്ട്രിയലിസ്റ്റാണ്. നിലമ്പൂർ ബാലേട്ടൻ്റെ സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ സിനിമയുടെ കംപ്ലീറ്റ് അവിടുത്തെ ലൊക്കേഷൻ മാനേജർ എന്ന് പറയാവുന്ന ഒരാൾ, കാരണം ആളിലൊക്കെ അറിയുന്ന. അപ്പോൾ അദ്ദേഹത്തിന് കന്നഡ ഭാഷയൊക്കെ അറിയാം. അപ്പോൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വയനാട്ടുകാരനൊരു മാധവൻ നായരാണ് അയാൾ. അപ്പോൾ അയാൾ ഈ ഇൻസ്പെക്ടറെയൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഉടനെ ഇൻസ്പെക്ടർ ഞങ്ങളുടെ ഒരു ഫാനായി. അപ്പോൾ അയാൾ പിന്നെ എല്ലാ സഹകരണങ്ങളോടുകൂടി ഞങ്ങളോട് കുറച്ച് ദിവസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അനുഭവമുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് ചിത്രീകരണം നടത്തി അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ റിലീസ് ചെയ്ത കബനി നദി കൈവിലങ്ങുകളും തടവറകളും ഭേദിച്ചെത്തിയ വിപ്ലവകാരികളെ പോലെയായിരുന്നു കാണികൾക്ക് മുന്നിലെത്തിയത്. സെൻസർ കത്രികകൾ തലങ്ങും വിലങ്ങും വെട്ടിയിട്ടും ജീവിക്കുന്ന രക്തസാക്ഷിയെപ്പോലെ നിവർന്നു നിന്ന ഒരു സിനിമ. സിനിമയ്ക്കകത്തും പുറത്തും അതുപോലെ ജീവിച്ച മനുഷ്യരെ മറ്റൊരു കാലത്തും മലയാളി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മലയാളത്തിൻ്റെ ഒരു ചുവന്ന സൂര്യോദയവും ചന്ദ്രോദയവുമായിരുന്നു ആ സിനിമ. ഈ സിനിമ ആയി കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു പ്രിവ്യൂ വെച്ചിരുന്നു. അന്ന് കെ കരുണാകരൻ കുടുംബസമേതം പടം കാണാൻ വന്നിരുന്നു. അന്നായിരിക്കണം ഞാൻ അദ്ദേഹത്തെ അടുത്ത് കാണുന്നത്. അപ്പം അത് കഴിഞ്ഞ് പുറത്തേക്ക് വരികയും ബക്കർജിയെ നേരത്തെ അറിയാം കരുണാകരന്, തൃശ്ശൂർക്കാരൊക്കെ ആണല്ലോ. അപ്പോൾ ബക്കർജിയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു കരുണാകരൻ. ഗംഭീരമായിരിക്കുന്നു സിനിമ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു റിലീഫായിരുന്നു. കാരണം ഇദ്ദേഹം എന്ത് പറയും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വേറെ പലരും അന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ കാണുന്നത്. ഗോപാലകൃഷ്ണനൊക്കെ അന്ന് വലിയ തോതിൽ ബക്കർജിയെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അന്ന് കരുണാകരൻ്റെ വലിയ വാക്കുകളായിരുന്നു നമ്മുടെ സിനിമയെക്കുറിച്ച്. പക്ഷെ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടുത്തെ പോലീസുകാർ വന്ന് അതിലത്തെ പല ഭാഗങ്ങളും വെട്ടിമാറ്റി കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യപ്രകാരം എന്നാണ് നമ്മൾ കേട്ടത്. കാരണം അന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പം അങ്ങനെ രണ്ട് തരത്തിലുള്ള റിയാക്ഷനും നമുക്ക് റിസപ്ഷനും കരുണാകരനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.